നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ 2 ചൊവ്വ മിഥുനം രാശിയിൽ നിന്ന് നീചരാശിയായ കർക്കിടകത്തിലേക്ക് രാശി മാറുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ഏതൊക്കെ രാശികൾക്കാണ് നേട്ടങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഏപ്രിൽ 2 രാത്രി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഏപ്രിൽ 3 വെളുപ്പിന് 1:54 AM ചൊവ്വ രാശിമാറ്റം നടത്തുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ഈ ചൊവ്വ ഒരു രാശിയിൽ നിൽക്കുമ്പോൾ 3, 6, 10, 11 ഈ 4 ഭാവങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നത്. അപ്പോൾ 4 രാശിക്കാർക്കാണ് നേട്ടം ഉണ്ടാവുക എങ്കിലും അതിൽ തന്നെ 2 രാശിക്കാർക്ക് മറ്റ് ഗ്രഹങ്ങളുടെ ഒന്നും വലിയ പിന്തുണ കിട്ടാത്തത് കൊണ്ട് ഇവർക്ക് ഗുണഫലങ്ങൾ കുറഞ്ഞു നിൽക്കും. അത് മാത്രമല്ല, ചൊവ്വ എന്ന് പറയുന്നത് കർക്കിടക രാശിയിൽ നീചനാണ്. അപ്പോൾ പൊതുവെ ഈ ചൊവ്വയുടെ അനുഗ്രഹങ്ങൾ കുറവായിരിക്കും. ഈ 4 രാശിക്കാർക്കും മാത്രമല്ല പൊതുവെ എല്ലാവർക്കും അല്പം ഈ പറഞ്ഞതൊക്കെ പ്രധാനമായിട്ട് ഞങ്ങൾ സൂചിപ്പിക്കുന്ന ഇതാണ്, ഈ നിയമപ്രശ്നങ്ങളുണ്ടാവും. നിയമപ്രശ്നങ്ങൾ അത് ഓരോരുത്തരുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടും അതുകൂടാതെ സമൂഹത്തിലുമൊക്കെ തന്നെ അല്പം ഈ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് വിശദീകരിച്ച് പറയാമെങ്കിൽ ഒരുപാടുണ്ട്. എങ്കിലും പെട്ടെന്ന് പറയാമെങ്കിൽ ഇപ്പോൾ നേരത്തെ തന്നെ നമ്മുടെ നാട്ടിൽ കുറേയധികം കൊലപാതകങ്ങളും അക്രമങ്ങളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു സാധാരണ ജീവിതത്തിൽ ഉണ്ടാവാത്ത തരത്തിൽ മിക്കവാറും എല്ലാ ദിവസവും കൊലപാതകങ്ങളും, ഈ കുട്ടികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വലിയ രീതിയിൽ ആക്രമിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥിതിവിശേഷം ഇപ്പം തന്നെ ഉണ്ട്. അത് അല്പം അധികരിക്കാനാണ് സാധ്യത ഈ ചൊവ്വ നീചരാശിയിൽ വരുമ്പോൾ. അപ്പോൾ അത് ഈ 4 രാശിക്ക് അത്യാവശ്യം ഗുണകരമാണെങ്കിലും അവർക്ക് അനുഗ്രഹങ്ങളുടെ ഒരു ആധിക്യം കുറഞ്ഞിരിക്കും ചൊവ്വ നീചരാശിയിൽ നിൽക്കുന്നുണ്ട്. ഇത് ജൂൺ 6 വരെയാണ് ചൊവ്വ നീചരാശിയായ കർക്കിടകത്തിൽ നിൽക്കുന്നത്. അപ്പോൾ 2 രാശിക്കാർക്ക് അത്യധികം ഗുണാധിക്യമുണ്ട്. അത് ഞങ്ങൾ ഒടുവിൽ പറയാം. ആദ്യം നമുക്ക് ഈ ഗുണഫലങ്ങൾ കുറഞ്ഞിരിക്കുകയാണെങ്കിൽ തന്നെയും, അതായത് ഏകദേശം ഭാഗികമായിട്ടുള്ള അനുഗ്രഹങ്ങളെ ചൊവ്വ വഴി കിട്ടുന്നുള്ളൂ 2 രാശിക്കാർക്ക്. ആ 2 രാശിക്കാരുടെ കാര്യം ആദ്യം പറയാം. അത് ഒന്ന് കന്നി രാശിയാണ്. അതിനു മുമ്പ് എല്ലാ ദിവസവും പറയുന്ന ഒരു കാര്യം പറയാം. അതായത് ഈ ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. അപ്പോൾ ഈ ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, എങ്കിലും 1-2% ഫലപ്രാപ്തി കുറയും. അപ്പോൾ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ പണമായിട്ട് ചോദിക്കുന്നില്ല, പകരം ദയവായി ആദ്യമായിട്ട് കാണുന്നവർ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രിപ്ഷൻ ഞങ്ങൾ ദക്ഷിണയായിട്ട് കരുതി ഫലം പറയാം. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ദയവായത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് പ്രോത്സാഹനം തരിക. അപ്പോൾ ഇത്
ആദ്യം നമുക്ക് കന്നിരാശിയെ നോക്കാം. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് ചൊവ്വ വരുന്നത്. ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാവേണ്ടത് കന്നിരാശിക്കാണ് ചൊവ്വ വഴി. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ 2 ഒക്കെ ആകുമ്പോഴത്തേക്ക് കന്നിരാശിക്ക് മാർച്ച് 29 ശനി 7ാം ഭാവത്തിലേക്ക് മാറുന്നു. അപ്പോൾ പ്രധാനമായിട്ട് എടുത്ത് പറയാൻ പറ്റുന്നത് കന്നിരാശിക്ക് വ്യാഴം അനുകൂലമാണ്, ചൊവ്വ കൂടാതെ. 9ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് ചൊവ്വ കന്നിരാശിക്ക് നിൽക്കുന്നത്. ദൈവാധീനമൊക്കെ ഉണ്ട്, ശരിയാണ്. എങ്കിലും പൊതുവേ മറ്റ് ഗ്രഹങ്ങളൊന്നും തന്നെ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരുന്നില്ല. പ്രത്യേകിച്ച് ശനി ഒരുപാട് കാലം ഇവർക്ക് മാർച്ച് 29 വരെ അനുകൂലമായിരുന്നെങ്കിലും മാർച്ച് 29 ശേഷം പ്രതികൂലമാവുകയാണ് ശനി കന്നിരാശിക്ക്. പിന്നെ ചൊവ്വ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ഏറ്റവും നല്ല സ്ഥാനത്ത് വരികയാണ് കന്നിരാശിക്ക് ചൊവ്വ. പക്ഷേ മറ്റ് ഗ്രഹങ്ങളുടെ ഒരു സപ്പോർട്ട് വരുന്നില്ല. അതുകൂടാതെ ചൊവ്വ നീചരാശിയിലുമാണ്. അപ്പോൾ ഗുണഫലങ്ങൾ കുറഞ്ഞിരിക്കും. എങ്കിലും പൊതുവെ പറയുകയാണെങ്കിൽ ഭൂമി ക്രയവിക്രയം, അതുപോലെ ഈ കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖല, അതായത് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചൊവ്വ അനുകൂലമായിട്ടുള്ള ഫലം തരും. പൊതുവെ ചൊവ്വ നല്ല സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ, അതായത് 3, 6, 10, 11 ഭാവങ്ങളിൽ നിൽക്കുന്നവർക്ക്. അപ്പോൾ ഇവിടെ കന്നിരാശിക്കും ഇങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ചൊവ്വ അനുകൂലമായിട്ട് വരികയാണെങ്കിൽ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാവും. അതുപോലെ സർക്കാർ തലത്തിൽ പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടുമോ എന്ന് മാത്രമല്ല, പല രീതിയിലുള്ള അനുമോദനങ്ങളും ഒക്കെ, അതായത് സർക്കാർ ഓഫീസിലും മറ്റുമൊക്കെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഈ തൊഴിൽ രംഗത്ത് ഔദ്യോഗികമായിട്ടൊരു അംഗീകാരം, അതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ മേലധികാരികളുടെ ഒരു സപ്പോർട്ട്, പിന്തുണ, അല്ലെങ്കിൽ ഒരു അംഗീകാരം ഒക്കെ ഈ ചൊവ്വ അനുകൂലമാകുമ്പോൾ കിട്ടും. അതുപോലെ തന്നെ നിയമ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, ഇതിപ്പോൾ ഈ ചൊവ്വ നീചരാശിയിൽ വരുമ്പോൾ പൊതുവെ നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന നിയമപ്രശ്നങ്ങളിൽ അത് മറികടക്കാൻ ഈ ചൊവ്വ അനുകൂലമായിട്ട് വരുമ്പോൾ പൊതുവെ ഓരോ രാശിക്കാർക്കും പറ്റുന്നതാണ്. പിന്നെ വാഹന ലാഭം, അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ഈ ചൊവ്വ അനുകൂലമായിട്ട് വരുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഗ്രഹങ്ങളും നേട്ടങ്ങളുമൊക്കെ കന്നിരാശിക്കും ലഭിക്കും. എങ്കിലും അതൊരു ഭാഗികമായിട്ടുള്ളൊരു രീതിയിൽ കന്നിരാശിക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. എങ്കിലും പൊതുവെ ഇവർക്ക് 11ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് കന്നിരാശിക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവുന്നു മാത്രം. അതുപോലെ തന്നെ ചൊവ്വ അനുകൂലമാണെങ്കിലും മറ്റ് ഗ്രഹങ്ങളുടെ ഒരു സപ്പോർട്ട് കൂടുതൽ ഇല്ലാത്തതുകൊണ്ട് ഗുണഫലങ്ങൾ കുറയുമെങ്കിലും ചൊവ്വ കൊണ്ട് നേട്ടം ഉണ്ടാകുന്ന മറ്റൊരു രാശിയാണ് കുംഭം രാശി. കുംഭം രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്കും ചൊവ്വ അനുകൂലം തന്നെ. അത് 6ാം ഭാവത്തിൽ വരികയാണ് ചൊവ്വ കുംഭം രാശിയുടെ. അപ്പോൾ അവർക്കും നേട്ടങ്ങൾ ഉണ്ടാവുമെങ്കിലും ഭാഗികമായ നേട്ടങ്ങളെ ഞങ്ങൾ പറയുന്നുള്ളൂ. അതേസമയം
മറ്റ് 2 രാശിക്കാരുണ്ട്. ഇടിവെട്ട് സൗഭാഗ്യം കിട്ടുന്ന 2 രാശിക്കാരുണ്ട്. അപ്പോൾ ചൊവ്വ അനുകൂലമാണ്. അതായത് ഏപ്രിൽ 2 തൊട്ട്, പ്രായോഗികമായിട്ട് പറയുകയാണെങ്കിൽ ഏപ്രിൽ 3-ാം തീയതി വെളുപ്പിന് 1:54 AM മുതൽ ജൂൺ 6 വരെ ചൊവ്വ ഈ നീചരാശിയിൽ, കർക്കിടക രാശിയിൽ നിൽക്കുമ്പോൾ നേട്ടങ്ങൾ കൊയ്യാൻ പറ്റുന്ന, എന്നാൽ മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ അനുഗ്രഹങ്ങളുടെ ഒരു സപ്പോർട്ട് കൂടി ഉള്ള 2 രാശിക്കാർ. അതിൽ ആദ്യം പറയുന്നത് ഞങ്ങൾ തുലാം രാശിക്കാരാണ്. അപ്പോൾ കന്നിയും കുംഭവും ഭാഗികമായിട്ടുള്ള രീതിയിൽ ചൊവ്വയുടെ അനുഗ്രഹങ്ങൾ നേടുന്നു. അതേസമയം ഇവിടെ തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് കർമ്മഭാവത്തിലേക്കാണ് ചൊവ്വ രാശിമാറ്റം നടത്തുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും കർമ്മരംഗം പുഷ്ടിപ്പെടും എന്ന് പറയുമ്പോൾ അല്പം തിരക്ക് കൂടാനുള്ള സാധ്യത ഒരുപാടുണ്ട്. അതായത് തൊഴിൽ രംഗം, അതായത് ചൂട് പിടിക്കും. അതായത് നിങ്ങൾക്ക് ഇരിക്കാനും നിൽക്കാനും ഒന്നും സമയം കിട്ടത്തില്ല. ഭയങ്കര തിരക്ക് പിടിച്ച ഒരു കർമ്മമേഖലയായിരിക്കും ഉണ്ടാവുക. എങ്കിലും അതിലൂടെ തന്നെ ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഭൂവിക്രയം, അതുപോലെ കൃഷി, റിയൽ എസ്റ്റേറ്റ്, പിന്നെ രാഷ്ട്രീയ പൊതുരംഗത്തൊക്കെ ഉയർച്ച, സർക്കാർ തലങ്ങളിൽ അംഗീകാരം, നിയമ കാര്യങ്ങളിലൊക്കെ നേട്ടം, ഇതൊക്കെ വാഹന ലാഭം, ഇതൊക്കെ ഇവർക്ക് ലഭിക്കും. തുലാം രാശിക്കാർക്ക് ലഭിക്കും. അതിന് ഈ നീചരാശിയായതുകൊണ്ട് അല്പം ഒരു കുറവൊക്കെ ഉണ്ടാവും. ഒരു 10-25% ഇവർക്ക് ഈ നേട്ടങ്ങളുടെ ഒരു ബാഹുല്യത്തിന് ഒരു കുറവുണ്ടാവും. 10-25%. കാര്യം നീചരാശിയിൽ നിൽക്കുന്ന ചൊവ്വയാണ്. എങ്കിലും ഈ നീചരാശിയിൽ നിൽക്കുന്നതുകൊണ്ട് നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിൽ ഇവർക്ക് അത് മറികടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എങ്കിലും തുലാരാശിക്കാർക്ക് കൂടുതൽ ഗുണകരമായിട്ട് ഞങ്ങൾ പറയുന്നത്, ഇവർക്ക് ഈ ഏപ്രിൽ 2 ഗ്രഹനില അനുസരിച്ച് ശനി അനുകൂലമാണ്. ശനി അനുകൂലമായിട്ട് വരുന്നു. മാർച്ച് 29 ശനി അനുകൂലമായിട്ട്, അതിനുശേഷമാണ് ചൊവ്വയും കൂടി അനുകൂലമായിട്ട് വരുന്നത്. അപ്പോൾ ശനി, അതുപോലെ തന്നെ സർപ്പം, ശിഖി, സൂര്യൻ, ബുധൻ, അങ്ങനെ നിരവധി ഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുണ്ട്, ചൊവ്വ കൂടാതെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചൊവ്വയുടെ അനുഗ്രഹത്തിന് കൂടുതൽ പാത്രീഭൂതരാകും തുലാം രാശിക്കാർ. തുലാം രാശിക്കാരുടെ ഏറ്റവും നല്ല കാലം തുടങ്ങിക്കഴിഞ്ഞു. അതായത് മാർച്ച് 29 മുതൽ ഒരു 2.5 വർഷം ഇവർക്ക് വലിയ നേട്ടങ്ങളുണ്ട്. അത് ഈ പറഞ്ഞതൊക്കെ ഔദ്യോഗികമായിട്ട് മാർച്ച് 29 സ്റ്റാർട്ട് ചെയ്യുന്നു. അത് കൂടുതൽ ശക്തമായിട്ട് ഏപ്രിൽ 3 തൊട്ട് എന്ന് പറയാം. ഏപ്രിൽ 3 തൊട്ട് ചൊവ്വയും അനുകൂലമാവുന്നു. അപ്പോൾ ചന്ദ്രൻ കൂടാതെ തന്നെ ഈ ഏപ്രിൽ 2 ഒരു ഗ്രഹനില നോക്കുമ്പോൾ 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ചന്ദ്രനും കൂടി അനുകൂലമായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും 7 ഗ്രഹങ്ങൾ. അപ്പോൾ അത്യധികം ഗുണാധിക്യമുള്ള ഇടിവെട്ട് സൗഭാഗ്യങ്ങൾ ഇവരെ കാത്തിരിക്കുകയാണ് തുലാം രാശിക്കാരെ, ചൊവ്വ മാറുന്നതോടുകൂടി. അതുകൂടാതെ തന്നെ ഇവർക്ക് മാർച്ച് 29 ശനി അനുകൂലമായിട്ട് വരികയും ചെയ്തു. ഇത് കൂടാതെ ഇടവം രാശിക്കാണ് ഏറ്റവും വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നത്. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവം രാശിക്കും ചൊവ്വ അനുകൂലമായിട്ട് വരുന്നു. 3-ാം ഭാവത്തിൽ അനുകൂലമായിട്ട് വരുന്നു. 3-ാം ഭാവം എന്ന് പറയുമ്പോൾ കുടുംബം, മനസ്സ്, സഹോദരൻ എന്നൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പൊതുവെ കുടുംബ സൗഖ്യം പ്രധാനമായിട്ട് കിട്ടും. മറ്റ് അനുഗ്രഹങ്ങൾക്ക് പുറമെ അതുപോലെ തന്നെ സഹോദരങ്ങൾ വഴി, സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ സുഹൃത്ത് ബന്ധങ്ങളും
അതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താം. പിന്നെ പൊതുവെ ഒരു ആത്മീയ ഊർജം ഇവർക്ക് ഉണ്ടാവും. അത് കൂടാതെ ഇവർക്ക് ശനി 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തും കൂടി വരികയാണ് മാർച്ച് 29. അപ്പോൾ അതെല്ലാം കൂടി ചേർന്ന് ഇവർക്ക് നേട്ടങ്ങളാണ്. അതായത് പ്രധാനമായിട്ടും ഒരു ആത്മീയ ഊർജം ഇവർക്ക്, അതായത് മനസ്സിന് അസാമാന്യമായ ഒരു ധൈര്യവും സന്തോഷവും ഒക്കെ ഇവർക്ക് ഉണ്ടാവും. അതുവഴി കർമ്മ മേഖല പുഷ്ടിപ്പെടുകയും മറ്റെല്ലാ തരത്തിലും, പ്രത്യേകിച്ച് ഇവിടെ ശനിയൊക്കെ 11ാം ഭാവത്തിൽ വരികയാണ്. 11ാം ഭാവത്തിൽ ശനി മാത്രമല്ല, സൂര്യൻ, ബുധൻ, ശുക്രൻ, സർപ്പം, ശനി ഇതെല്ലാം കൂടെ ചേർന്ന് 11ാം ഭാവത്തിലൊക്കെ ഇവർക്ക് വരികയാണ്. ഈ മാർച്ച് 29 അതിൻ്റെ കൂടെ ഏപ്രിൽ 2 ചൊവ്വയും മാറുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഇവർക്ക് വലിയ നേട്ടങ്ങൾ, അതായത് ഇടിവെട്ട് സൗഭാഗ്യങ്ങൾ ഇടവൻ രാശിക്ക് ലഭിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ വ്യാഴം മെയ് 14 ഇവർക്ക് ധനസ്ഥാനത്തേക്ക് മാറുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പൊതുവെ ഈ തുലാം രാശിക്കാർക്കും ഇടവൻ രാശിക്കാർക്കും ഒക്കെ ഏറ്റവും നല്ല കാലമാണ്. ഒരു വലിയ കാലഘട്ടം ഇവർക്ക് തുറന്നു കിട്ടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇടവൻ രാശിക്കും തുലാം രാശിക്കും തൊഴിൽ ഭാഗ്യമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ വാഹന ലാഭം, അതുപോലെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒക്കെ ഉയർച്ച, അങ്ങനെ നിരവധി നേട്ടങ്ങൾ ഇവരെ ഘോഷയാത്രയായിട്ട് ഇവർക്ക് ലഭിക്കാൻ പോവുകയാണ്, ഇടവൻ രാശിക്കും തുലാം രാശിക്കും. അതിൻ്റെ കൂടെ ഇവിടെ ചൊവ്വയും കൂടി അനുകൂലമായിട്ട് വരുന്നു ഏപ്രിൽ 2 ഒക്കെ ആകുമ്പോഴത്തേക്ക്. കുംഭൻ രാശിക്കും കന്യരാശിക്കും ഭാഗികമായിട്ടുള്ള ഒരു അനുഗ്രഹമേ ചൊവ്വയിൽ നിന്ന് കിട്ടുകയുള്ളൂ എന്ന് ഞങ്ങൾ പ്രവചിക്കുന്നു. എന്തായാലും വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.